നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാ ഇപ്പോൾ ED അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റെയ്ഡുകളൊക്കെ നടത്തി കാര്യങ്ങളെല്ലാം ഏറെക്കുറെ തീരുമാനമായി. ആരൊക്കെ എവിടെയൊക്കെ പണം വാങ്ങി എന്നുള്ള കാര്യമൊക്കെ ഇനി പുറത്തേക്ക് വരട്ടെ, നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. എന്നാൽ ഈ CMRL എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ പണം കൊടുത്തിരിക്കുന്നത് വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമല്ല. അതിനും അപ്പുറത്തേക്ക് ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് എന്തിനാണ് പണം നൽകിയത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ CMRL എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളിന്നേക്ക് നമ്മൾ ഒരു മാധ്യമത്തിലും ഒരു പരസ്യം പോലും കണ്ടിട്ടില്ല. CMRL പിന്നെ കടൽ തുറക്കാൻ ഏറ്റവും പ്രമുഖ സ്ഥാപനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കമ്പനി ആഡ് ഇതുവരെ ഒരു ദൃശ്യമാധ്യമത്തിൽ വന്നിട്ടില്ല. പത്രത്തിൻ്റെ നമുക്കറിയാം നിരവധി പരസ്യങ്ങൾ, മൾട്ടിനാഷണൽ കമ്പനികളുടെ വരെ ഒരു ഫുൾ പേജ് പരസ്യങ്ങൾ പോലും നമ്മളുടെ മാധ്യമങ്ങളിൽ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും അവിടെ പോലും നമ്മൾ ഈ CMRL എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പരസ്യം കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനായിരിക്കാം മാധ്യമങ്ങൾക്ക് CMRL പണം നൽകിയത്? തീർച്ചയായും CMRL എന്ന് പറയുന്ന കമ്പനിക്ക് എതിരായി വാർത്തകൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല സ്വകാര്യ ആശുപത്രികളുടെ സംഭവങ്ങളെയും നമുക്കറിയാം. ആ സ്വകാര്യ ആശുപത്രികളോ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ടാഗ് ലൈൻ ചെയ്യാറുണ്ടല്ലോ, അല്ലെങ്കിൽ വാർത്ത കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വാർത്ത കൊടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ പേരറിയാമെങ്കിൽ തന്നെയും നമ്മൾ എന്തുകൊണ്ടാണ് ആ പേര് പറയാത്തതെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ചില പ്രതിസന്ധികൾ മറികടക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഈ CMRL എന്ന് പറയുന്ന കമ്പനി നിരവധി ആൾക്കാർക്ക്, പിന്നെ ഇത് കൂടാതെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് പണം നൽകിയിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവർ പണം നൽകിയിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുതരം മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം ഈ കമ്പനി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അതിനകത്ത് വസ്തുത ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ പലർക്കും അദ്ദേഹത്തിൻ്റെ ശശിധരൻ കർത്ത എന്ന് പറയുന്ന കരിമണൽ കർത്തയുടെ ഡയറിക്കുള്ളിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പേര് എഴുതിയിട്ടിട്ടുണ്ട്. അവർക്ക് കൊടുത്ത തുക അല്ലെങ്കിൽ അവർക്ക് പണം നൽകിയവർ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരും എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ പേരെഴുതിയിട്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനിയായി OC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ അറിയാവുന്ന ഒരേ ഒരു OC ഉമ്മൻചാണ്ടി മാത്രമാണ്. നമ്മൾ ഏതോ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഉമ്മൻചാണ്ടി എന്ന പേരുള്ള രണ്ടാമതൊരാളെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കില്ലേ എന്ന് പറയുന്ന പോലെ നമുക്കറിയാവുന്ന OC ഉമ്മൻചാണ്ടിയാണ്. നമുക്കറിയാവുന്ന RC രമേശ് ചെന്നിത്തലയും പിന്നെ റോയൽ ചലഞ്ചേഴ്സുമാണ്. അപ്പം അങ്ങനെ നമുക്കറിയാം. പിന്നെ KK കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. IK എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം കുഞ്ഞാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ചെറിയ ഷോർട്ട് ഫോമുകളിൽ പലരുടെയും പേര് എഴുതിയിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രമുഖ നേതാവ്, അതായത് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഉടൻ തന്നെ എനിക്ക് കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാൾ കേരളത്തിൻ്റെ ഒരു ഭരണ സംവിധാനത്തെ തന്നെ ആകെ നിശ്ചലമാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് ഓമനപ്പേരുള്ള KC വേണുഗോപാൽ എന്ന് പറയുന്ന ആള് എന്തൊക്കെയോ കോടിക്കണക്കിന് രൂപ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് BJPയിലെ ഒരു നേതാവ്, അതായത് ശോഭാ സുരേന്ദ്രൻ, ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയായി ഇതിനെതിരായി ഒരു പരാതി കൊടുക്കുന്നതിനോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു എന്താ പറയുക, നമ്മളീ പറയുന്ന പോലെ കേസുകളുണ്ടല്ലോ, മാനനഷ്ട കേസുകൾ, അതുപോലെയുള്ള ഡിഫമേഷൻ എന്ന് പറയുന്ന കേസ് കൊടുക്കാനോ ഒന്നും എന്തോ KC വേണുഗോപാൽ തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ ജയിക്കുകയും, പക്ഷേ പിന്നീട് ആ കേസുകളൊന്നും നമ്മൾ ഉയർന്നു പൊങ്ങി കണ്ടില്ല. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പേടിച്ചിട്ടാണോ എന്നറിയില്ല, ശോഭാ സുരേന്ദ്രനും അതിൻ്റെ പിന്നാലെ പോയില്ല. അതോ ശോഭാ സുരേന്ദ്രൻ വെറും വിടുവായത്തം പറഞ്ഞതാണോ എന്നും അറിയില്ല. കള്ളം പറയാമല്ലോ, രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കള്ളം പറഞ്ഞതാണോ എന്നറിയില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രന് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ പറയുന്ന ആരോപണത്തിൽ അന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി മുന്നോട്ട് പോകേണ്ടതാണ്. അതെങ്ങനെയാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ ശോഭാ സുരേന്ദ്രനെ പ്രവർത്തിക്കാനോ പൊതുധാരയിൽ സജീവമായി നിൽക്കാനോ ഒന്നും ഈ പറയുന്ന BJPക്കാർ അനുവദിക്കില്ല എന്നുള്ളത് വേറൊരു സത്യാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. CPM പ്രതിരോധത്തിലൊന്നും ആകാൻ പോകുന്നില്ല. കാരണം ഇവിടെ CPM നേതാക്കന്മാർ ആരും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഡയറിയിൽ പേരില്ല എന്നുള്ളതാണ്. PV എന്നുള്ളത് PV അൻവർ ആണോ ഇനി പിണറായി വിജയനാണോ എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ വളരെ ചുരുങ്ങിയ 2.72 കോടി രൂപ മറ്റുമാണ് വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലേക്ക് അക്കൗണ്ടബിളായി എത്തിയിരിക്കുന്നത്. അതായത് ബാങ്ക് അക്കൗണ്ട് ത്രൂ HDFC ബാങ്ക് 242 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് പറയുന്നില്ലേ, അതിൽ ഒരു ബാങ്ക് അക്കൗണ്ട് വീണ തൈക്കണ്ടിയുടേതാണ്. ആ വീണ തൈക്കണ്ടിയുടെ ആ അക്കൗണ്ടിലാണ് ഇത്രയും
ചെറിയൊരു തുക കിടക്കുന്നത്. അതേസമയം 100 കോടിയിലധികം 150 കോടിയിലധികം ഏകദേശം 187 കോടിയോളം രൂപയുടെ ഒരു തിരിമറി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ബാക്കി തുകയൊക്കെ എവിടെ ആരുടെ കയ്യിലൊക്കെ പോയി എന്നുള്ളതാണ് ശരിക്കും ED അന്വേഷിക്കേണ്ടത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ വേറെ ആരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡയറിക്കകത്ത് പേരില്ല എന്നുള്ളത് നമുക്കറിയാം. അതേസമയം കോൺഗ്രസ്സിലുള്ള പല നേതാക്കന്മാരുടെയും പേരുകൾ അദ്ദേഹത്തിൻ്റെ ഡയറിയിലുണ്ട് എന്നുള്ളതും നമുക്കറിയാം. ചില ആൾക്കാർ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്ര കോടി അല്ലെങ്കിൽ എത്ര ലക്ഷം എന്നുള്ളത് മാത്രമാണ് പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ED അന്വേഷണം തൈക്കണ്ടിയിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വീണയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. തുടർന്ന് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യും. ഇത് പാർട്ടിയെ ബാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 2023 ഈ CMRLന്റെ ഒരു സഹോദര കമ്പനിയായ KREML എന്ന് പറയുന്ന കമ്പനി ഇവിടെ മൈനിങ്ങിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നിരോധിക്കുന്നത് 2023 ഡിസംബറോട് കൂടി ആ സംസ്ഥാന സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന കരാർ റദ്ദാക്കി. അതായത് മൈനിങ് ലീസ് എന്ന് പറയും. ഇത് പക്ഷേ UDFന്റെ ഒരു അധികാര പരിധിയിൽ വെച്ചിട്ടാണ് ശരിക്കും ഈ മൈനിങ് ലീസ് ഇവർക്ക് ലഭിക്കുന്നത്. ഖനനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലീസിന് നൽകൽ എന്ന് പറയുന്ന പദ്ധതി. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം IRELനും KMML എന്ന് പറയുന്ന 2 കമ്പനികൾക്കായിരുന്നു. അത് രണ്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു. ഇവർക്ക് 2 പേർക്കുമായിരുന്നു കൊല്ലം ആലപ്പുഴ തീരപ്രദേശങ്ങളിൽ നിന്നുള്ള കരിമണൽ ഖനനം ചെയ്യുകയും അതിൽ നിന്ന് ഇൽമനൈറ്റ് മോണോസൈറ്റ് അങ്ങനെ തുടങ്ങിയ ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശമുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു കമ്പനിയെ കൂടി അവിടെ നിയോഗിക്കാൻ കഴിയില്ല. കാരണം ആ പറയുന്ന ഭാഗങ്ങളിൽ നമുക്കറിയാം അവിടെ ശക്തമായ രീതിയിൽ കടൽ കയറ്റം ഉണ്ടാകുന്നു. അതായത് തീരശോഷണം എന്ന് പറയും. തീരശോഷണം സംഭവിക്കുന്ന പ്രദേശങ്ങളാണ് ഈ കൊല്ലം ജില്ലയിലെ ആലപ്പാട് തുടങ്ങിയ പ്രദേശങ്ങൾ, തോട്ടപ്പള്ളി തുടങ്ങിയ ഭാഗങ്ങൾ. അപ്പം ആ ഭാഗങ്ങളിൽ ശക്തമായ തീരശോഷണം സംഭവിക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കമ്പനിക്ക് കൂടി അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് ഇവരിൽ നിന്ന് ഖനനം ചെയ്യുന്ന കൂട്ടത്തിൽ അവരിൽ നിന്ന് മോണോസൈറ്റ് വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാർ ഇവർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഒരു UDFന്റെ കാലത്ത് ഇതിന് വേണ്ടിയിട്ടൊരു പെർമിഷൻ കൊടുത്തപ്പോൾ സത്യത്തിൽ അന്ന് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി അതിനെ എതിർത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ പറയുന്ന തീരുമാനത്തിൽ അല്ലെങ്കിൽ അന്ന് CPM എന്ത് നിലപാടാണോ അല്ലെങ്കിൽ ഇടത് പാർട്ടികൾ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അതേ നിലപാട് ഈ പറയുന്ന സർക്കാരിൻ്റെ പാർട്ടി വെർഷൻ തീരുമാനിച്ചു. അതായത് KPCCയിൽ അന്ന് VM സുധീരനായിരുന്നു KPCC അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. അന്ന് CPMന്റെ നിലപാടാണ് ശരി എന്ന് VM സുധീരൻ പറഞ്ഞു. അതായത് ഇങ്ങനെ മൈനിങ് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. സർക്കാരിനെതിരെ അന്ന് പാർട്ടി തിരിഞ്ഞു നിന്ന സമയമാണ്, കോൺഗ്രസ് പാർട്ടി തിരിഞ്ഞു നിൽക്കുന്ന സമയമുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ലീസ് റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒക്കെ പോകാൻ. പിന്നെ തന്നെയുമല്ല ഈ മൈനിങ് എന്ന് പറയുന്ന സംഭവം പൊതുമേഖലയിൽ തന്നെ നിലനിർത്താൻ തന്നെയാണ് അന്ന് സർക്കാർ ശ്രമിച്ചതും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ മൈനിങ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ പാർട്ടിയിൽപ്പെട്ട പിണറായി വിജയനോ അതല്ലെങ്കിൽ അന്ന് പിണറായി വിജയൻ ശരിക്കും പറഞ്ഞാൽ അന്ന് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ നിൽക്കുന്ന അല്ലാതെ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും വന്നിട്ടേ ഇല്ല. അപ്പം ആ സാഹചര്യത്തിൽ പോലും എന്തിനു വേണ്ടി ഈ പൈസ വീണ തൈക്കണ്ടിയിൽ കൊടുത്തു എന്നുള്ളത് പറയേണ്ടത് നമ്മുടെ CMRLന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ശശിധരൻ കർത്തയെ പോലുള്ളവരാണ്. അപ്പോൾ UDFന്റെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും UDFിലുള്ള നേതാക്കന്മാർ ഈ പറയുന്ന മണി ലോണ്ടറിങ്ങിൻ്റെ ഭാഗമായി എന്ന് വേണം നമുക്ക് തൽക്കാലം വിശ്വസിക്കാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷിയിൽപ്പെട്ട നേതാക്കന്മാരെ ഈ പറയുന്ന ED വട്ടം പിടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെ കോൺഗ്രസ്സിലിരിക്കുന്ന സമയത്ത് EDയെ ഈ പറയുന്ന അതായത് അഴിമതിക്കാരായ കോൺഗ്രസ്സുകാരെ വെളുപ്പിച്ച് BJPക്കാരാക്കുന്ന ഒരു മെഷീൻ സംവിധാനമാണ്, ഒരു വാഷിംഗ് മെഷീനാണ് ശരിക്കും ഈ ED എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ അതിൽ നിന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മയെ പോലുള്ള നേതാക്കന്മാരുണ്ടാകുന്നത്, ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള നേതാക്കന്മാരുണ്ടാകുന്നത്, അങ്ങനെ നിരവധി നേതാക്കന്മാരുണ്ടാകുന്നത് ശരിക്കും ഈ വാഷിംഗ് മെഷീനകത്തിൽ കൂടെ അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് വീണ് വെളുത്ത് തുടുത്ത് കാവി നിറം പതച്ച് പുറത്തേക്ക് ഇറങ്ങി പിന്നീട് മുഖ്യമന്ത്രിയോ ഗവർണർമാരോ ഒക്കെ ആയി മാറുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ പലരെയും പയറ്റി നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷമം ശരിക്കും പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ മണിക്കൂറുകളോളം ഈ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ EDയുടെ മുന്നിൽ ഇരിക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിഷമമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ മാത്രം ED ചോദ്യം ചെയ്യുന്നില്ല, ED പിടിച്ചുകൊണ്ട് പോകുന്നില്ല തുടങ്ങിയതല്ല. ഇതൊന്നും അത്ര വലിയ കേസുകളായി വരുന്നില്ല. സാമ്പത്തിക ക്രമക്കേടിൻ്റെ കേസാണെങ്കിൽ തന്നെയും ഈ അസറ്റുകൾ കണ്ടുകിട്ടുന്നതോടുകൂടി ആ കേസിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും. ഇതുകൊണ്ടൊന്ന് ഏറെക്കാലം ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഒക്കെ അത് കണ്ടെത്തുക എന്ന് മാത്രമാണ്, അല്ലെങ്കിൽ കണ്ടുകെട്ടുക എന്നുള്ളതാണ്.
ഇത് മാത്രമാണ് ആ കേസുകളിലേക്ക് ഒതുങ്ങുന്നത്. അതിപ്പോൾ അതുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലേക്ക് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ പ്രതിരോധത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എനിക്ക് തോന്നുന്നു കോൺഗ്രസ് തന്നെ ആയിരിക്കും. കോൺഗ്രസിൽ ഇപ്പോൾ നിലവിൽ മന്ത്രിസഭയിലും അതോടൊപ്പം തന്നെ നിയമസഭയിലും അംഗങ്ങളായ പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ CMRL അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.